ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉച്ചക്കത്തേക്കുള്ള ഒരു ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ റൈസ് കുക്കർ ഉള്ളത് കൊണ്ട് ചോറ് ഞാൻ രാവിലെ തന്നെ അതിൻ്റെ അത് തിളപ്പിച്ച് വെച്ചിരുന്നു. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ 2 മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് കുഞ്ഞിനും ഒന്ന് എനിക്കുള്ളതും. ഫീഡ് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര ക്ഷീണവുമാണ്, അതുപോലെ ഭയങ്കര മെലിച്ചിലുമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഓരോ മുട്ട വെച്ച് കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ കിഴങ്ങ് മെഴുക്ക് വരട്ടിക്കുള്ള സാധനങ്ങളൊക്കെ മസാലയൊക്കെ ഒന്ന് മൂപ്പിക്കുകയാണ്. എനിക്ക് പൊതുവേ മസാല ഇട്ട് കിഴങ്ങ് മെഴുക്ക് വരട്ടി വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ എൻ്റെ അമ്മേ, ചോറിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനുള്ള പരിപാടീസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി കിഴങ്ങ് നമ്മൾ അടുപ്പത്ത് കയറ്റി അടുത്ത് നമുക്ക് മോര് കാച്ചണം. മോര് കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ കൂടുതൽ ഞാൻ ജീരകം ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അരയ്ക്കാൻ നേരം ഇട്ടിട്ടാണ് കേട്ടോ അരച്ചത്. അങ്ങനെ നമ്മുടെ മോര് കറിക്കുള്ള അരപ്പൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ആ കൂടെ തന്നെ ഞാൻ മോരും അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമുക്കിനി ഇത് അടുപ്പേ കയറ്റാം. അപ്പോൾ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് ഞാൻ ഉരുളി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും ചെയ്യുന്ന ഇതുപോലെ എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊടിച്ച് ഇടേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് അരപ്പും ഇട്ട് മോരും ഒഴിച്ച് ചൂടാക്കി എടുക്കില്ലല്ലേ. പക്ഷെ ഞാൻ അങ്ങനെ അല്ല കേട്ടോ. താളിക്കാനുള്ള സാധനങ്ങൾ കടുക്, ഉള്ളിയൊക്കെ നേരത്തെ അരിഞ്ഞിട്ട് ആ കൂടുതൽ ഈ അരപ്പും കൂടെ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ മോരിൻ്റെ മണ്ടയിൽ കടുകൊന്നും പൊങ്ങി കിടക്കില്ല. ഞാനത് ചെയ്ത് എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാറ് ഇതുപോലെ അരപ്പ് ആദ്യം മൂപ്പിക്കും, എന്നിട്ട് അതിനകത്തേക്ക് മോര് ഒഴിച്ച് ചൂടാക്കിയെടുത്ത് ലാസ്റ്റ് താളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരപ്പൊന്ന് ചൂടാകാൻ വെച്ച നേരത്തിന് ഞാൻ വന്ന് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും അതും വെള്ളമൊക്കെ വറ്റി സെറ്റാകും. അപ്പോൾ പാത്രമൊക്കെ കഴുകി ഒതുക്കിയപ്പോഴത്തേക്കും നമ്മുടെ അരപ്പും സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനി അതിനകത്തേക്ക് മോരൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഒരു കുഞ്ഞ് ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ താളിക്കാനുള്ള സാധനങ്ങളെല്ലാം ചേർക്കും. ഞാൻ നിലവിൽ ചേർത്തിട്ടുള്ളത് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് അതിനകത്തേക്ക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവായും ഇട്ട് അരിഞ്ഞു വെച്ച് ഉള്ളിയും കൂടെ മൂപ്പിച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല, ചില്ലി ഫ്ലേക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ മൂപ്പിച്ച് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാവേ. കണ്ടോ, ഇതിപ്പം നന്നായിട്ട് ഇതിൻ്റെ മണ്ടേ പൊങ്ങി കിടക്കും കേട്ടോ. ഞാനിത് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ എടുത്തത് കൊണ്ടിട്ടാണ് ഇത്രയും കളറ് തോന്നുന്നത്. ദീപാവലി ആകുന്നതുകൊണ്ട് ഇവിടെ അടിപൊളിയായിട്ട് എല്ലാവരും പടക്കം പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഡോയും കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ മോര് കാച്ചിലും പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള മീനും കൂടെ വറുത്തെടുത്ത് സെറ്റാകും. അപ്പം അതിനുള്ള അരപ്പെല്ലാം സെറ്റ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിനി ഇത് അടുപ്പത്ത് കയറ്റാം. ഞാൻ ഈ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എണ്ണ കടുകെണ്ണയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് അറിഞ്ഞുകൊണ്ടല്ല, എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ്. ഞാൻ ക്യാൻറ്റീനിൽ പോയി സൺഫ്ലവർ ഓയിലാണെന്നും പറഞ്ഞുകൊണ്ട് മേടിച്ചിട്ട് വന്നത് കടുകെണ്ണയായിരുന്നു, അതും വലിയൊരു ജാറ്. അപ്പോൾ കെട്ടിയാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ മാത്രമേ ഇത് യൂസ് ചെയ്യില്ലാതുള്ളൂ, പുറത്തൊക്കെ ഇത് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കടുകെണ്ണ ഞാൻ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. കറിക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുഴമ്പിൻ്റെ മാതിരിയിലത്തെ ടേസ്റ്റ് വരും. അപ്പോൾ നല്ലപോലെ ഈ എണ്ണ തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരില്ല. അപ്പോൾ നമ്മുടെ ഫിഷും നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ടൊക്കെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള എല്ലാ കലാപരിപാടീസും കഴിഞ്ഞിട്ടുണ്ട്. മോരുകറിയായി, കിഴങ്ങ് മെഴുക്ക് വരട്ടിയായി, നമ്മുടെ ഫിഷ് ഫ്രൈയുമായി. അതിനിടയ്ക്ക് ഞാൻ കുഞ്ഞിന് കൊടുക്കാനുള്ള ചോറും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.